ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പോലീസുകാർ ഇത്തരം സ്ഥിതി അറിഞ്ഞിട്ട് അച്ഛൻ തന്നെ പീഡനം നടത്തി കൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഒരു അച്ഛൻ ഇത് പാടില്ല. എന്നോട് പച്ചക്ക് പറഞ്ഞതാണ് അദ്ദേഹം, നിൻ്റെ മോളെ ഒരുത്തൻ ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട്, അവനെ നീ കാണിച്ചു തന്നില്ലെങ്കിൽ നീ തന്നെയാണെന്ന് ഉൾപ്പെടുത്തുമെന്ന് പുള്ളി പറയുന്നത്. മുത്തുക്കണ്ണൻ ജോലിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ഭീകരമായിരുന്നു. തൻ്റെ പൊന്നുമോളെ ആരോ കൊന്നിട്ടിരിക്കുന്നു. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള ചോരക്കുഞ്ഞിനെ ആരോ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ആ കുഞ്ഞിൻ്റെ കൊലപാതകയെ തേടിയുള്ള അന്വേഷണം എത്തി നിന്നത് ഈ പിതാവിലേക്കായിരുന്നു. പോലീസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ഇടിക്കും നാട്ടുകാരുടെ പരിഹാസത്തിനും കയ്യും കണക്കുമില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആ പിതാവ് എല്ലാവരുടെ കണ്ണിലും കുറ്റക്കാരനായി. പക്ഷേ അപ്പോഴും യഥാർത്ഥ പ്രതികൾ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. സംഭവം നടന്ന് 20 വർഷം കഴിയുമ്പോഴും പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പക്ഷേ അന്നു മുതൽ ഈ പിതാവ് ഒരു ഉഗ്രം പ്രതിജ്ഞയെടുത്തു. ഗാന്ധാരി ശബ്ദം പോലെയുള്ള ഒരു ഉഗ്ര ശബ്ദം. ആ ശബ്ദം ഇതാണ്. ഇതെന്തോ ചേട്ടാ ഇങ്ങനെ വളർത്തുന്ന താടി മുടിയൊക്കെ? ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ്, നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോളെ കൊന്നിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ പല പ്രകടനങ്ങളും ചെയ്ത് എന്നെ താഴ്ത്താൻ നോക്കുന്നു. അതിന് നാട്ടുകാരും തെറ്റിപ്പിച്ചു, മറ്റുള്ള സ്വന്തക്കാരെല്ലാം തെറ്റിപ്പിച്ചു. ഇതിന് മുന്നിൽ എനിക്ക് ഉള്ളത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ ഈശ്വരനിലേക്ക് ഭജിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിലയിലേക്ക് എത്താൻ സാധിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള 22 വർഷമായിട്ട് ഞാനിത് പിന്തുടർന്നുകൊണ്ടിരിക്കണം. 22 വർഷമായി. ചേച്ചിയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളി കേൾക്കുന്നില്ലേ? കേസ് കളിഞ്ഞാല് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതിനുശേഷം ഇത് കണ്ട ഈ രുദ്രാക്ഷമാലയൊക്കെ എതിരാണ് നമുക്ക് കാഴ്ച കാണിക്കുക. ശരിക്കും പറഞ്ഞ ഒരു ദൈവീ ഒരു സാമ്യമായിട്ട് മാറിയല്ലേ? ഇത് തെളിയിക്കാതെ ഇനി മാറത്തില്ല. ഈ രുദ്രാക്ഷമാലയ്ക്കുള്ള കാരണം എന്താ? ഈശ്വരാധീനം എനിക്ക് ഉണ്ടെന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ നിലയിലും നിൽക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്ന കഴിവും ഭഗവാൻ തന്നിരിക്കുന്നതാണ്. എനിക്ക് നടന്ന സംഭവം ഇനി ഈ പ്രദേശത്തല്ല ലോകത്ത് നടക്കരുത് എന്നുള്ള ഒരു ധാരണത്തിലാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നത്. സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവരെ ഈ വേഷം മാറ്റത്തില്ല. യഥാർത്ഥത്തിൽ അന്ന് പോലീസ് ഉപദ്രവിച്ച് നാട്ടുകാർ കൈവിട്ട് സമൂഹം മുഴുവൻ ചേട്ടൻ അല്ലെങ്കിൽ അച്ഛൻ സ്വന്തം മകളെ പീഡിപ്പിച്ചെന്ന് കുറ്റമായിട്ട് പറയുകയാണ്. അന്ന് ദൈവത്തെ കരഞ്ഞു വിളിച്ചു, ദൈവം ഇതൊന്ന് തെളിയിക്കണേന്നല്ലേ? അതാണ് എൻ്റെ മൊത്തത്തിലുള്ള ജീവിതം. ഇനി അതാണ് എനിക്ക് മരണപ്പെട്ടാലും കുഴപ്പമില്ല, ഈ പ്രതികളെ കണ്ടെത്തിയിട്ട് എനിക്ക് മരണപ്പെടാൻ പാടുള്ളൂ. അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ തമിഴിലാണല്ലേ? തമിഴാണ്. അന്ന് ഈ പറഞ്ഞ മകള് മരിച്ചു കിടക്കുമ്പോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നോ? പാല് കറവയാണോ ജോലി? പാല് കറക്കാനായിട്ട് പോയതാ. നാനാ വീട്ടിലുണ്ടായിരുന്നു. തൊട്ടടുത്ത് എന്റെ അനിയത്തി വീടാ. അവിടെ പോയിട്ട് വന്നപ്പാണ് മോൾ അങ്ങനെ കാണുന്നത്, മരിച്ചു കിടക്കുക. അപ്പൊ അതിനുശേഷം ഈ അച്ഛന് ഈ സ്വന്തം അച്ഛന് സംശയിക്കുള്ള കാരണം എന്തുവാ? അവർക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ പെൺകൊച്ചൊക്കെ അങ്ങനെ ചെയ്യാനുണ്ടല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഞങ്ങളെ തല്ലി. തമിഴ്നാട്ടിൽ തമിഴറുകൾ പെൺകൊച്ചുകൾ വേണ്ടാന്ന് പറഞ്ഞ് കൊല്ലണ ഒരു സീന് ഏതോ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ നമ്മളും ചെയ്തിട്ടുണ്ടാവുന്നതാണ് പോലീസിന്റെ ധാരണ. ഏതോ ഒരു അച്ഛൻ ഏതോ ഒരു ഗ്രാമത്തിൽ ഈ സംഭവം നടന്നിട്ടുണ്ട്. അന്ന് വെച്ചിട്ട് എല്ലാ തന്തകളും ഇങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി വളർന്നതെല്ലാം കേരളത്തിലാണ്. രണ്ടാമത്തെ സീന് കുറേ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇങ്ങനെ കൊച്ചിനെ പീഡനം നടന്നിരിക്കണമെന്ന് അറിഞ്ഞപ്പോൾ ഇത് അച്ഛൻ തന്നെ നീ തന്നെ ചെയ്തിട്ടുണ്ടാവുന്നു, അമ്മ അറിയാണ് നീ തന്നെ ചെയ്തിട്ടുണ്ടാവുന്നു പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞിനെ പീഡനം നടന്നത് പോലീസിന് അറിയാമായിരുന്നു. ഈ കൊച്ചിനെ പീഡനം നടന്നിട്ടാണ് അത് മറക്കാൻ പറ്റും. നമുക്കറിയാതിരി എന്തായാലും തെളിയിക്കാൻ ഈ ഒരു അച്ഛൻ്റെ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ, അത് നടന്നിരിക്കും. മോളും മരിച്ചിട്ട് വന്നിട്ട് പോലീസുകാരുടെ തല്ലും മേടിച്ചിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടാനായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് മറ്റേ മുഖ്യമന്ത്രിക്ക് അബ്ദുൽ കലാമി എല്ലാവർക്കും കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോ അവർ പറഞ്ഞ് കോടതി പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നൊക്കെ പറഞ്ഞതാ. എന്നിട്ട് ഞങ്ങൾ കോടതി പോയതാ, ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രതികളെന്ന് സംശയിക്കുന്നവരെല്ലാം പോലീസ് മുമ്പിൽ കാണിച്ചു കൊടുത്തു. 3 മാസം കഴിയുമ്പോ അവർ പിടിച്ചു കൊടുത്തു. അപ്പൊ ആരൊക്കെയാണ് സംശയിക്കുന്ന? ഭാഗ്യവല്ലി, ശ്രീദേവി, ബാലു, ഇവരെ പിടിച്ചാലേ അറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ എന്തായിരിക്കും കൊല്ലാനുള്ള അല്ലെങ്കിൽ മോളെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലാനുള്ള കാരണം? സ്ഥലം മേടിക്കാനായിട്ടാ. ഈ സ്ഥലം അവർ മേടിക്കാൻ നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അറിയില്ല. ഞാൻ മേടിച്ച് ഒരു ചെറിയൊരു വീട് വെച്ചപ്പോൾ അവർക്കെല്ലാം ഒരു അസൂയായി. അപ്പോൾ എങ്ങനെങ്കിലും ഇവിടെ താത്തണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായമായിരുന്നു. പിന്നീട് അറിയപ്പെടണം, കാരണം ഇവരെല്ലാം എൻ്റെ ബന്ധുക്കളും കൂടിയാണ്. ഞങ്ങൾ ഒരു പെണ്ണെ പിടിച്ചു കൊടുത്തു. 3 മാസം കഴിയുമ്പോൾ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസുകാർ പറയാൻ പറഞ്ഞതാ.
എന്നിട്ട് 3 മാസം കഴിയുമ്പോൾ ഒരു പെണ്ണെ പിടിച്ചു കൊടുത്തപ്പോൾ അവൾ എന്തൊക്കെ പറഞ്ഞിട്ട് അറിയാതപ്പോൾ പിറ്റേ ദിവസം എന്നെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയപ്പോൾ അവർ പോലീസുകാർ അകത്ത് വെച്ച് എന്നെ തല്ലി. ആ ആണാണ് തല്ലാണ്. പോലീസിൽ പെണ്ണും പോലീസുകാരെ ഞാന് എല്ലാം കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. നേരത്തെ ഉള്ളത് എല്ലാം തന്നെ അതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ പറയുന്നു, നീ എന്താടി ടേപ്പ് റെക്കോർഡാണ് ഉള്ളിൽ വെച്ചേക്കണം ഇങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു. സത്യമാണ് സാറേ പറയുന്നത്, പിന്നെ എന്തിനാ എന്നെ തള്ളണം, നീ പോയി കറണ്ട് പിടിച്ച് മരിച്ചാൽ ഞങ്ങൾക്ക് മാത്രം അറിയാം. മുത്തുവണ്ണന് ഒരുപാട് അടി കിട്ടിയോ? കിട്ടി. എത്ര കരഞ്ഞു പറഞ്ഞിട്ടും രക്ഷയില്ല. ഞാനല്ല എന്റെ ലാസ്റ്റ് അയാളോട് പറഞ്ഞു, എന്നെ തല്ലണത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയണത്. ഇന്നല്ലെങ്കിൽ നാളെ മുകളിൽ ഭഗവാനുണ്ട്, ആ സത്യം തെളിയും. നിങ്ങൾ അത് കുറ്റവാളിയാണ്, ഇത് ആരാണെന്നുള്ളത് വ്യക്തമായ ഒരു സമയം വരുമ്പോൾ തെളിയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, SP പറഞ്ഞു, ഇവനെ തല്ലിയാൽ നമ്മൾ തല്ലി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് അവർ തന്നെ തമ്മിൽ സംസാരിക്കണം. അപ്പോൾ ഞാൻ പണി എടുത്തിട്ടുള്ള വീട്ടുകാർ തെളിവുണ്ട്, 10-30 വീടുകളിൽ പാൽ കൊടുത്തിട്ടുണ്ട്, കറക്കണമുണ്ട്. ആ വരുമ്പോഴാണ് ഈ സംഭവം വീട്ടിൽ നിങ്ങളൊരു സംഭവം നടന്നേക്കണം അറിയപ്പെടുന്നത്. അത്തരം തെളിവ് ഉണ്ടായിട്ട് പോലും എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണം തല്ലണം. ക്രൈം ബ്രാഞ്ച് പോലീസുകാർ ക്രൈം ബ്രാഞ്ചിൽ വന്ന ശേഷമാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഇങ്ങനൊരു സംഭവം ഐസക് എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാൻ കോടതി പോയ പിന്നെ ക്രൈം ബ്രാഞ്ച് ആയിട്ടെടുക്കുന്ന ഐസക് സാറാണ് ആദ്യത്തെ CI. അദ്ദേഹം എന്നെ രണ്ട് ആഴ്ചത്തോളം ഞങ്ങൾ രണ്ടുപേരും ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം പുള്ളി പറഞ്ഞത്, നിങ്ങളല്ല സത്യത്തിൽ യഥാർത്ഥ പ്രതി കണ്ടുപിടിക്കാനായിട്ട് കൊച്ചിന് പീഡനം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ പീഡനം നടന്നിരിക്കുന്ന കാര്യം ഞാൻ അറിയുന്നു. ഇതിന് മുന്നേ ഇത് സംഭവം അവൻ അറിഞ്ഞിട്ടില്ല. ഇത് 6/5/2004 ഈ സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞിട്ടും പോലീസിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ ഈ ഭാഗത്തെങ്ങും ഇല്ല. എന്നിട്ട് അച്ഛനെ സംശയിക്കുള്ള കാരണം എന്തുവാ? സ്വന്തം അച്ഛനെ പെൺകൊച്ചുങ്ങളെ കളയാൻ വേണ്ടി ചെയ്തതായിരിക്കും. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു സംഭവിച്ച ഈ ഒരു പ്രതിജ്ഞ ഇതിന് ഒരു പരിസമാപ്തി കാണുന്നവരും ഞാൻ വളർത്തിക്കൊണ്ടിരിക്കും, നടന്നിരിക്കും അല്ലേ? അത് മരണം പറയുന്നുള്ളതാൽ നടന്നിരിക്കും. സത്യം പുറത്തു വരണം. ഇതുപോലത്തെ ഇനി ഒരു അച്ഛനെ ഉണ്ടാകരുത്, ഒരു അമ്മക്ക് അച്ഛന് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ, ഒരു മക്കൾ നഷ്ടപ്പെടണം. അതാണ് എൻ്റെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ നാട്ടുകാരും പോലീസും എല്ലാം കൈവിട്ട സ്ഥിതിക്ക് ആകപ്പാടെ ഉള്ളത് ഈശ്വരൻ മാത്രമേ, ആണ്ടവൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഈ രൂപത്തിലേക്ക് മാറിയത് അല്ലേ? തെളിയിക്കുന്നവരെ ഇവിടെ കാണും അല്ലേ? പോലീസുകാർ എന്നെ തല്ലിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് എണീറ്റ്, എന്താ സാറേ തള്ളെന്നൊക്കെ ചോദിച്ചപ്പോൾ തമിഴ്നാട്ട് പെണ്ണുക്ക് ഇത്രയും ധൈര്യമാണ് നാക്കാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണം. അന്ന് സ്വന്തം ചേച്ചി മരിക്കുമ്പോൾ നിനക്ക് 1.5 വയസ്സല്ലേ? അല്ല, ഒന്നും അറിയത്തില്ല. ഈ അച്ഛൻ്റെ ഈ ഒരു സംഭവത്തിലൊക്കെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റ ഒരു അച്ഛൻ്റെ മകനാണ് അല്ലേ? യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണ്ടേ? കൊണ്ടുവരണം. അച്ഛൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളം ഉണ്ട്? ദിവസം വന്ന് കരച്ചിലും ഇതൊക്കെയാണ് ഓരോ പോലീസുകാരുടെ മുമ്പിലും. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, പോലീസുകാർ ഇത്തരം സ്ഥിതി അറിഞ്ഞിട്ട് അച്ഛൻ തന്നെ പീഡനം നടത്തി കൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഒരു അച്ഛനിത് പാടില്ല. കാരണം എല്ലാ പോലീസുകാർക്കും അറിയാം, പ്രതിയാണെന്ന് അറിയാം, കുറ്റം ചെയ്തിട്ടവർ ഇന്ന ആൾക്കാരാണെന്ന് ഞാൻ കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പോലീസ് ഓഫീസർ നാരായണ പണിക്കർ എന്ന് പറഞ്ഞ് CI എന്നോട് പച്ചക്ക് പറഞ്ഞതാണ്, അദ്ദേഹം നിന്റെ മോളെ ഒരുത്തൻ ഇങ്ങനെ ഒരു ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ട്, അവനെ നീ കാണിച്ചെന്നില്ലെങ്കിൽ നീ തന്നെയാണെന്ന് ഉൾപ്പെടുത്തുമെന്ന് പുള്ളി പറയുന്നുണ്ട്. അന്ന് മുതുകിലാണ് കൈ വെച്ചിട്ട് കുത്തിയത്. അപ്പൊ അത് എനിക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്ത് അങ്ങനെ കരഞ്ഞു പറയുവോ? അപ്പൊ യഥാർത്ഥത്തിൽ ഭർത്താവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി പറയാം, ഭർത്താവാണ് ചെയ്തതെന്ന് പറയിപ്പിക്കുവോ അല്ലേ? ഇല്ല, മോളെ കൊന്നത് നീയാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. കറണ്ട് പോയി പിടിക്ക്, ബ്ലക്ക് ഊരിട്ട് കറണ്ട് പിടിക്ക് എന്നൊക്കെ തള്ളണം. ഇപ്പോഴും കണ്ടില്ല, കണ്ണ് ഇപ്പൊ ഇങ്ങനെ തോരാത്ത കണ്ണീരായിട്ട് ഒരു അമ്മയും ഒരു അച്ഛനും ഇങ്ങനെ കഴിഞ്ഞു കൂട്ടുകയാണ്.